ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയാണ് വിശേഷം? നമ്മളില്ലേ ഇന്ന് കാണിക്കാൻ പോകുന്നതില്ലേ ഇതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഭയങ്കര വൈറലാണ് മാംഗോ മിൽക്ക് കേക്ക്. അപ്പോൾ ഞാൻ അന്നേ ഇടണമെന്ന് വിചാരിച്ച ഒരു റെസിപ്പി വീഡിയോയാണ്, കുറച്ച് ലേറ്റായി പോയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ 1.25 കപ്പ് അളവിൽ മൈദ, 1.25 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലും ബേക്കിംഗ് സോഡ കേട്ടോ. 1/2 ടീസ്പൂൺ ഇല്ല, കുറച്ച് കുറവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സീവ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുത്തിട്ട് അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റാക്കി എടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് എഗ്ഗ് ബീറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.25 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ടുള്ള അളവാണ് കേട്ടോ 1.25 കപ്പ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ സൗണ്ടിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ആ ഒരു വൈറ്റിഷ് കളറിലേക്ക് വരണം കേട്ടോ ഈ ഒരു ബാറ്റർ. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലുള്ള കേക്ക് വീഡിയോസൊക്കെ. ഇപ്പോൾ കുറേ ആയിട്ടാണ് നമ്മളങ്ങനെ ബേക്കിംഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഒരു റെസിപ്പി കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇതിലേക്ക് 1/4 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി അളവിൽ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയതിനു ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ബീറ്റർ ഓഫാക്കാം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വെച്ചിട്ടില്ലേ, അതും ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി പാല് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇടവിട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ മിക്സ് ആക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ ബാറ്റർ ഒരുപാട് സ്പീഡിൽ മിക്സ് ആക്കരുത്. നമ്മൾ ഈ ഇത് വെച്ചിട്ടൊക്കെ സ്പാച്ചില വെച്ചിട്ടൊക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡില്ലേ അതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ വീഡിയോ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ്, നല്ല സ്ലോലി ആയിട്ടാണ് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. ആ ഒരു ഫ്ലഫ്നെസ് ഇല്ലേ അത് പോവാണ്ട് പയ്യെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളിങ്ങനെ സ്പീഡിൽ ചെയ്യുന്ന സമയത്തില്ലേ കേക്കിൻ്റെ ബാറ്ററും നല്ലപോലെ ലൂസായി പോവും. പിന്നെ കേക്കും പൊങ്ങി വരാനുള്ള ചാൻസ് കുറവായിരിക്കും, ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിക്കുക, ആ ഒരു ഫ്ലഫ്നെസ് പോവാണ്ട് പയ്യെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്ത് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു 45 മിനിറ്റ് മതിയാവും കേട്ടോ ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഓരോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെയും ചൂട് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കുക, എന്നിട്ടൊന്ന് ബേക്കാക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓവനിലായാലും ചെയ്തെടുക്കാം. 140-160 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവനിലൊന്ന് ബേക്കാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ അത് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിതിപ്പം ഇതിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ ബാക്കി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള മിൽക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്, നല്ല തണുത്ത പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടതില്ല നല്ല പഴുത്തിട്ടുള്ള മാങ്ങയില്ലേ അതാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ എടുക്കണേ. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാങ്ങയും പാലും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിക്കാമെന്നെങ്കിലേ ആ ഒരു പെർഫെക്ഷനില്ലേ ഈ ഒരു മാങ്ങേൻ്റെ ആ ഒരു പൊടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ അത് അടിച്ചെടുക്കാനുള്ള മടി കൊണ്ടില്ലേ അതങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇനി ഇതിലേക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല മധുരമുള്ള മാങ്ങ എടുത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോക്കുക, നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങ എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മിക്സിലെ ആ ഒരു കേക്കിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് അതൊന്ന് കേക്കിലേക്ക് വെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുമിച്ചല്ല ഒഴിച്ചു കൊടുത്തത്, ആദ്യം കുറച്ച് ഒഴിച്ച് വെറ്റാക്കി എടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായത്. അതാകുമ്പം പെട്ടെന്ന് തന്നെ അതിൽ വെറ്റാക്കി കിട്ടും. അപ്പോൾ ഇത് ഫ്ലാറ്റ് ആ ഒരു കേക്കിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിലെ ഈ ഒരു മിൽക്കിൽ നല്ല പോലെ സോക്കായിട്ട് വരണം.
അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റില്ല, ആ ഒരു മാംഗോൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വരിക. പിന്നില്ലേ ലാസ്റ്റിൽ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇത് ഭയങ്കര കോമഡിയാണ്. ഞാൻ എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തിട്ടും ആ ഒരു സ്റ്റിഫ് പീക്കിൽ വരുന്നില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. സംഭവം ഞാൻ എങ്ങനെ ബീറ്റാക്കിയിട്ടും പിന്നെയും സ്റ്റിഫ് ആവാൻ എടുക്കുമ്പോൾ ഞാൻ ആ ബ്ലേഡും നമ്മളെ ക്രീമും ഒക്കെ കൂടി ഫ്രീസറിൽ വെച്ച് പിന്നെയും ബീറ്റാക്കി നോക്കി, എങ്ങനെയും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നല്ല ക്രീം നമ്മൾ കേക്കിനൊക്കെ എടുക്കില്ലേ, അതുപോലെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം വെച്ചിട്ട് ഒന്നാക്കി കൊടുക്കാട്ടോ. ഒരു ലെയർ ഒന്നാക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രഷ് മാംഗോ പീസസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ അന്നൊരു ഉച്ചയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി എന്തായാലും ഇതിൻ്റെ മുകളിൽ മെനക്കിടാൻ കഴിയില്ല, പിന്നെ വേറെ ക്രീമും വാങ്ങാനുള്ള ഒരു ടൈമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അഡ്ജസ്റ്റ് ആക്കിയേക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം നല്ല അടിപൊളിയായിട്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം മാംഗോസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്തും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഈ മാംഗോ പീസസൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതാ നമ്മളെ മിൽക്ക് കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാംഗോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കില്ലേ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള മാംഗോ ഉള്ളവരില്ലേ അവർക്കിതൊന്ന് ഷെയർ ആക്കി കൊടുക്കാം. പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ മാംഗോ സീസൺ അല്ലേ, നല്ല അടിപൊളി പഴുത്ത മാങ്ങയൊക്കെ എല്ലായിടത്തും നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് ആ ഒരു മിൽക്കില്ലേ അതിനെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൽ ഡിപ്പ് ചെയ്തിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലേ.